ഹണി ട്രാപ്പിന്റെ മറവിൽ സമൂഹത്തിൽ ഉയർന്ന നിലയിൽ ജീവിക്കുന്ന ആളുകളെ വശീകരിച്ച് പണം തട്ടുന്ന പരപ്പനങ്ങാടി സ്വദേശിനിയായ യുവതി 1 വർഷം മുൻപ് യുവ അഭിഭാഷകന്റെ വീട്ടിൽ ഉമ്മയെ പരിചരിക്കാനായി ഒരു ഏജൻസി മുഖേന എത്തുകയും ദുബായിൽ നിരവധി കമ്പനികളുടെ ലീഗൽ അഡ്വൈസറായ യുവ അഭിഭാഷകന് നിരവധി ബന്ധങ്ങളും സാമ്പത്തിക ഇടപാടുകളും ഉണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതി അദ്ദേഹത്തിന്റെ ഉമ്മയെ സ്വാധീനിച്ച് നിരന്തരം തന്റെ പ്രാരാബ്ധവും ബുദ്ധിമുട്ടുകളും അവതരിപ്പിച്ചു. അതുവഴി ദുബായിൽ ഒരു ജോലി തരപ്പെടുത്തുകയും ചെയ്തു. ദുബായിലെത്തി അവിടെ തൻ്റെ കൂടെ താമസിച്ചു വരികയായിരുന്ന രാമനാട്ടുകര സ്വദേശിയായ തൻ്റെ സഹപ്രവർത്തകയുടെ പിതാവിൻ്റെ നമ്പർ രഹസ്യമായി കൈക്കലാക്കി അദ്ദേഹവുമായി ബന്ധം സ്ഥാപിക്കുകയും ആ ബന്ധം ദുരുപയോഗം ചെയ്ത് അദ്ദേഹത്തിനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി 2 ലക്ഷം രൂപയോളം തട്ടിയെടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഒരു 4000 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം. എൻ്റെ അവിടുത്തെ ഗൂഗിൾ പേ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് അറിയുള്ളൂ സർ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ ഫാമിലി, അതായത് എൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ എൻ്റെ ഒരു വളരെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന പോലെ തോന്നി. അപ്പോഴൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇവർ തമ്മിൽ കോൺടാക്റ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ടെന്നുള്ളത്. ഇതുകൂടാതെ താൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ മാനേജറുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് 4000 ദിർഹത്തോളം ഇതിനു പുറമെ തട്ടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. As the manager of the company, I equated with the Prajita because I was working with her in the same company. But in a deceptive manner, she deceitfully stole my credit card and withdrawn 4,000 dirhams at the Lulu hypermarket, which is near to the stadium metro station. ഇത് മനസ്സിലാക്കി ഉടനെ തന്നെ ദുബായ് പോലീസിൽ പരാതിപ്പെടുകയും കേസ് കൊടുത്തു എന്ന് മനസ്സിലാക്കിയ പ്രതി ഉടനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ എയർപോർട്ടിൽ വെച്ച് പോലീസ് പിടിയിലാവുകയും ചെയ്തു. 10,000 ദിർഹം പിഴ അടച്ച ശേഷമാണ് ഒടുവിൽ പ്രതി ജയിൽ മോചിതയാവുന്നത്. ഈ വൈരാഗ്യത്തിന്റെ പേരിൽ നാട്ടിലെത്തിയ പ്രതി മുൻപ് കൂടെ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫുകൾക്ക് എതിരെയും ലീഗൽ അഡ്വൈസറും കമ്പനി ഡയറക്ടറുമായ യുവ അഭിഭാഷകനെതിരെയും കള്ളപ്പരാതി കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നിലവിൽ പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഈ യുവതി 12 ലക്ഷം രൂപയടക്കം മോഷ്ടിച്ച് നിരവധി പേരെ പറ്റിച്ചിട്ടുണ്ട് എന്ന കേസുകൾ ഉള്ളതിനാൽ പ്രതി നൽകിയ ഈ കേസ് വ്യാജമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് ഈ പരാതി തള്ളിക്കളഞ്ഞു. ഈ കാരണം കൊണ്ട് പ്രതി തിരൂർ തലക്കടുത്തൂർ സ്വദേശിയായ വീഡിയോ എഡിറ്ററുമായി ചേർന്ന് വ്യാജ വീഡിയോകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇതിനെതിരെ ഉടനെ തന്നെ സൈബർ സെല്ലിൽ പരാതിപ്പെടുകയും 10 ലക്ഷം രൂപയുടെ മാനനഷ്ട കേസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയോടൊപ്പം ഫേസ്ബുക്ക്, യൂട്യൂബ് പ്രതിനിധികളോടും കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ വ്യാജ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നവരെയും കൂട്ടുപ്രതികളാക്കി ജയിൽ ശിക്ഷയും മാനനഷ്ട കേസും അവരുടെ സ്വത്തുക്കളും വാഹനങ്ങളും അറ്റാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനമായിട്ടുണ്ട്.